നമസ്കാരം. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ നടപടി വേണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു. മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോഴെങ്കിലും ഒരു നിലവാരം പുലർത്താൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഇത്രയും വഷളായ, ഇത്രയും തറപ്രവൃത്തി കാണിച്ച മറ്റൊരു മന്ത്രി ഉണ്ടായിട്ടില്ല എന്നും അതുകൊണ്ട് ജനങ്ങൾക്ക് തൃപ്തികരമായ തീരുമാനം മുഖ്യമന്ത്രി എടുക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അദ്ദേഹത്തിന് പെണ്ണിനോടും പൊന്നിനോടും ഏറെ ഇഷ്ടമാണ്. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുഭനോ ശുനകനോ ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. കുറെ കൂടി മാന്യമായി പൊതുപ്രവർത്തനം നടത്തേണ്ടതിന് പകരം മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് ഇത്രയും വഷളായ പ്രവൃത്തി കാണിച്ചൊരു മന്ത്രി വേറെ ഉണ്ടാകില്ല. മന്ത്രിയെന്നും ആര് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഭാര്യ പരാതി പിൻവലിച്ചു എന്നതുകൊണ്ട് കാര്യമായില്ല. സമൂഹത്തിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കാണിക്കേണ്ട മാന്യതയും മര്യാദയും അദ്ദേഹം കാട്ടിയില്ല. ഭംഗിയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രിസഭയുടെ പുഴുക്കുത്താണ് ഗണേഷ് കുമാർ. ധാർഷ്ട്യവും മാടമ്പിത്തരവും വാക്കിലും പ്രവൃത്തിയിലും ഉള്ളതാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇമേജ് ബിൽഡ് ചെയ്യാൻ സ്വന്തം ക്യാമറയും ആളുകളെയും കൊണ്ടുവന്ന് നമ്പർ 1 മന്ത്രിയെന്ന് പത്രത്തിലടിക്കാൻ സാധിച്ചതിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. ജനങ്ങൾക്ക് തൃപ്തികരമായ തീരുമാനം മുഖ്യമന്ത്രി എടുക്കണം. അതിൽ ന്യായവും നീതിയും ഉണ്ടാകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. 5000 പ്രണയിനികൾ ഉണ്ടെന്ന് തലയിൽ ആൾതാമസമുള്ളവർ പറയുമോ? ഇയാളെ ഊളംപാറയിൽ അയക്കേണ്ടേ എന്നും വെള്ളാപ്പള്ളി നടേശൻ പരിഹസിച്ചു. 5000 പേരെ പ്രണയിക്കുന്നെന്ന് തലയിൽ ആൾതാമസമുള്ള ഒരാൾ പറയില്ല. അങ്ങനെ അല്ലാത്തവർ പൊട്ടന്മാരും ഷണ്ടന്മാരുമാണെന്നാണ് ഇയാൾ പറയുന്നത്. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. കേരളത്തിലെ സർക്കാരുണ്ടായ വലിയ അപജയമായി പോയി ഈ സംഭവം. വാദി പിൻവലിച്ചെന്നതുകൊണ്ട് കേസില്ലാതാകുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് തൃപ്തികരമായ തീരുമാനം മുഖ്യമന്ത്രി എടുക്കണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു. സുധാകരന് സീറ്റ് നൽകണമായിരുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സുധാകരൻ ജനസ്വാധീനമുള്ള നല്ല നേതാവാണ്. അദ്ദേഹത്തെ പാർട്ടിയോടൊപ്പം നിർത്തുന്നത് നന്നായിരിക്കും. അദ്ദേഹത്തിന്റെ പരാതി പാർട്ടി കേൾക്കണം. പ്രശ്നങ്ങൾ പാർട്ടി പറഞ്ഞു തീർക്കണം. അദ്ദേഹത്തിന് സീറ്റ് റിപ്പീറ്റ് കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. സീറ്റ് കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം UDF-ലേക്ക് പോകുന്നത് ആത്മഹത്യാപരമാണെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. എന്നാലും വെള്ളാപ്പള്ളിയുടെ അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ ഉയരുന്നത്. ഇന്ന് രാവിലെ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പായി എന്നും അദ്ദേഹത്തിനെതിരെ പരാതിയില്ല എന്നും നിലവിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെയും നിർത്തണമെന്നും അദ്ദേഹം തന്നെ വിളിച്ച മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുമായിരുന്നു അവർ പറഞ്ഞത്. ബിന്ദുമേനോൻ്റെ പരാതിയുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നില്ല. മാത്രമല്ല, തൻ്റെ ഹസ്ബൻഡിനോട് അവർക്ക് തീർത്താൽ തീരാത്ത സ്നേഹമാണുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ഭർത്താവ് ഒന്ന് വിളിക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഇതൊക്കെ ഒരു സോറിയിൽ തീരുന്ന പ്രശ്നമാണ് എന്ന തരത്തിൽ തന്നെയാണ് അവർ പറഞ്ഞത്. മാത്രമല്ല, ഇനിയും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും പോകേണ്ടതില്ല. അദ്ദേഹത്തിനോട് അത്രമേൽ സ്നേഹമാണ്. ആ സ്നേഹമാണ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് തൻ്റെ ഭർത്താവിന് വേണ്ടി നിലകൊണ്ടതെന്നും ബിന്ദുമേനോൻ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് മന്ത്രി ഗണേഷ് കുമാറിന് എന്തായാലും ഭാര്യ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് വെള്ളാപ്പള്ളി വീണ്ടും വിമർശനവുമായി എത്തിയിരിക്കുന്നതും. ഭാര്യ പരാതി പിൻവലിച്ചാലും അദ്ദേഹം ചെയ്ത കളങ്കമല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത തെറ്റ് ഇല്ലാതെയാവുന്നില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാട്ടിയത്.